എന്തുകൊണ്ട് ഞങ്ങൾ പരാജയപ്പെട്ടു, പരാജയ കാരണം എന്താണ്? ജില്ലാ ഘടകങ്ങൾ സംസാരിച്ചു തുടങ്ങുകയാണ്. MV ഗോവിന്ദൻ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, തികഞ്ഞ പരാജയമെന്ന തിരുവനന്തപുരത്തെ CPM ജില്ലാ നേതൃയോഗങ്ങളിൽ രൂക്ഷ വിമർശനം ഉയരുകയാണ്. തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്നതിൽ സംസ്ഥാന സെക്രട്ടറി പരാജയപ്പെട്ടു. തിരുവനന്തപുരത്ത് CPM-ന് സംഘടനാപരമായി വീഴ്ചയുണ്ടായെന്നും വിമർശനമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കഴക്കൂട്ടം മണ്ഡലത്തിൽ തിരിച്ചടിയായി എന്നും വിമർശനമുണ്ട്. AK സ്റ്റെഫൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. സ്റ്റെഫൻ, തെരഞ്ഞെടുപ്പിൽ തോറ്റു, നന്നായി തോറ്റു. അപ്പോൾ എന്തൊക്കെയാണ് തോൽവിക്കുള്ള കാരണങ്ങളെന്ന് അന്വേഷിക്കുകയാണ്. തിരുവനന്തപുരത്തെ നേതാക്കൾ, അണികൾ, പ്രവർത്തകർ എന്താണ് പറയുന്നത്? ഹരിയ, തിരഞ്ഞെടുപ്പിന്റെ തോൽവി വിലയിരുത്താൻ ചേരുന്ന നേതൃയോഗങ്ങളിൽ ജില്ലകളിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. തിരുവനന്തപുരത്തും അത് ആവർത്തിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഇന്നലെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. ഇന്നും നാളെയുമായി ജില്ലാ കമ്മിറ്റി യോഗവും ചേരുന്നുണ്ട്. സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റി യോഗത്തിലുമെല്ലാം കടുത്ത വിമർശനങ്ങൾ ആണ് ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ചും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇന്നലെ പ്രധാനമായും നേതാക്കൾ പറഞ്ഞ വിമർശനം സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള MV ഗോവിന്ദനെതിരെയായിരുന്നു. MV ഗോവിന്ദൻ സംസ്ഥാനത്തുടനീളം ഓടി നടന്ന് ഓരോ മണ്ഡലങ്ങളിലും എത്തി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട പാർട്ടി സെക്രട്ടറിയുടെ ചുമതല അല്ലെങ്കിൽ ഒരു മേൽനോട്ടം തളിപ്പറമ്പിൽ മാത്രമായി പോയി, ഭാര്യ മത്സരിക്കുന്ന മണ്ഡലത്തിൽ മാത്രമായി പോയി എന്ന രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നത്. ഒപ്പം തന്നെ നേമത്തെയും കഴക്കൂട്ടത്തെയും തോൽവി അത് പാർട്ടി ക്ഷണിച്ചു വരുത്തിയതാണ്. CPM-ന്റെ സംഘടനാപരമായിട്ടുള്ള വീഴ്ച കാരണമാണ് രണ്ടിടത്തും തോൽവി ഉണ്ടായത്. കഴക്കൂട്ടത്തും നേമത്തും ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കം ഉള്ള സർക്കാരിനെതിരായി വന്ന വിമർശനങ്ങൾ അതെല്ലാം തന്നെ തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ളതും നേതാക്കൾ ആരോപിച്ചു. ഈ സംസ്ഥാന സെക്രട്ടറിയുള്ള MV ഗോവിന്ദനെ ഇരുത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഈ വിമർശനങ്ങളെല്ലാം ഉയർന്നു വന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇന്നും നാളെയുമായിട്ടാണ് ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നത്. ഇനി ഏതായാലും എല്ലാ ജില്ലാ കമ്മിറ്റി യോഗങ്ങളും ചേർന്ന ശേഷമായിരിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചേർന്ന് ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തുക. ഏതായാലും തിരുത്തൽ ഉണ്ടാകുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പാർട്ടി കീഴ്ഘടകങ്ങൾ മുതൽ തന്നെ ആ തിരുത്തലുകൾ ആരംഭിക്കുമെന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വം പറയുന്നത്. അത് എന്തെല്ലാം മാറ്റങ്ങൾ ഇനി CPM ശൈലിയിൽ കൊണ്ടുവരുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്.